പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 11-ാം വാക്യം. പത്രോസിന് സുബോധം വന്നപ്പോൾ കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും താൻ വാസ്തവമായി വിടുവിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞു. പത്രോസ് യേശു കർത്താവിന്റെ സാക്ഷി നിമിത്തമായി ഇപ്പോൾ ഹേരോദാവിന്റെ ജയിലറകളിൽ കിടക്കുകയാണ്. 3 വാതിലിനകത്ത് ബന്ധിച്ച് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി ഒരു രീതിയിലും പുറത്തു വരുവാൻ കഴിയരുത് എന്നുള്ള രീതിയിൽ അനേക കാവൽക്കാരെ കാവൽ വെച്ച് പത്രോസിനെ അകത്തിട്ടിരിക്കുക. പത്രോസ് അതീവമായ ഒരു ബന്ധനത്തിലായിരുന്നിട്ടും ദൈവീയ വാഗ്ദത്തത്തിലുള്ള പത്രോസിൻ്റെ ഉറപ്പ് താൻ സ്വസ്ഥനായി അവിടെ ഉറങ്ങുകയാണ്. എന്നാൽ ദൈവഭക്തന്മാരുടെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും ദൃഷ്ടി വെച്ച് നോക്കുന്നവനായ ദൈവം പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ പ്രതികൂല സാഹചര്യത്തെ നല്ലതുവണ്ണം ദൃഷ്ടി വെച്ച് കണ്ടുകൊണ്ടിരിക്കുക. അർദ്ധരാത്രിയിൽ പത്രോസ് ഉറങ്ങുകയാണെങ്കിലും യഹോവയുടെ ദൂതൻ പത്രോസിനു വേണ്ടി ആ കാരാഗൃഹത്തിലിറങ്ങി കാരാഗൃഹത്തിൻ്റെ വാതിലുകളെ തുറന്നു. പത്രോസിൻ്റെ ചങ്ങലകളെ അഴിച്ചു മാറ്റി. 1-ാം വാതിലും 2-ാം വാതിലും പുറത്തേക്കുള്ള വാതിലുകളും സ്വയമേ തുറന്നു. ദൂതൻ കരം പിടിച്ച് പത്രോസിന് തന്നെ യാത്ര ചെയ്യുവാൻ കഴിയുന്ന സ്ഥലം വരെയും കൊണ്ടാക്കി. അപ്പോൾ ദൂതൻ തന്നെ വിട്ടുപോയപ്പോൾ തനിക്ക് സുബോധം വന്നു. താൻ പറയുകയാണ്, ഞാൻ ഹേരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും വാസ്തവമായി വിടുവിക്കപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ് പത്രോസിന് ഈ സുബോധം വന്നത്? താൻ വിടുവിക്കപ്പെട്ടതിന് ശേഷം. പ്രിയരെ, നമ്മുടെ തകർച്ച കാണുവാൻ, താഴ്ച കാണുവാൻ, അത് ആത്മീയ ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും നമ്മെ ഇല്ലാതാക്കുവാൻ ഒരു കൂട്ടം നിയമം, ഒരു കൂട്ടം അധികാരികൾ, ഒരു കൂട്ടം ശത്രുക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യർ വളരെ ശക്തമായി പോരാടുമ്പോഴും നാം യഥാർത്ഥമായ ഒരു യഹോഭക്തനാണെങ്കിൽ നാം അറിയാതെ നമ്മുടെ വിടുതലുകൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രാവിലെ സമയം നിങ്ങളെ കെട്ടിലാക്കി, ബന്ധനത്തിലാക്കി, ഒരു നാളും പുറത്തു വരരുത് എന്നുള്ള ആഗ്രഹത്തിൽ കാരാഗൃഹത്തിൻ്റെ ആ ആഴങ്ങളിൽ മാറ്റി കെട്ടിയിരിക്കുക. എന്നാൽ പുറത്തു വരികയില്ല എന്ന് ലോകം വിധി എഴുതിയാലും, പുറത്തു വരുത്തുകയില്ല എന്ന് ശത്രു വെല്ലുവിളിച്ചാലും, ദൈവത്തിൻ്റെ ഭക്തനെ കരം പിടിക്കുന്നവൻ ദൈവമാണ്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന ഭക്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായിരുന്നാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി വിടുവിക്കുന്നൊരു ദൈവമാണ്. രാവിലെ സമയം നിങ്ങൾ അകത്തെ കൂട്ടിൽ ഉയർത്തുകയില്ലെന്ന് വാദിക്കുന്ന ശത്രുവിൻ്റെ വെല്ലുവിളികളുടെ മുമ്പിൽ, ഇനിയും പുറത്തു വരികയില്ലെന്ന് വാദിക്കുന്ന ഒരു കൂട്ടം അധികാരത്തിൻ്റെ മുമ്പിൽ, അല്ല ജയം പ്രാപിപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് സ്വയം വേദനപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ, ഈ രാവിലെ സമയം പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറാൻ പോകുകയാണ്. നാം അറിയാതെ ബന്ധനക്കൂട്ടിൽ നിന്ന് പുറത്തു വരും. നാം അറിയാതെ ചില കെട്ടുകളിൽ നിന്ന് പുറത്തു വരാൻ പോകുകയാണ്. നാം അറിയാതെ ചില നിയമക്കുരുക്കുകളിൽ നാം പുറത്തു വരികയാണ്. നാം അറിയാതെ ദൈവത്തിന്റെ ശക്തമേറിയ ഒരു കരം നമ്മുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നമ്മെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ആകയാൽ വിശ്വസിക്കുന്നുവോ? യഹോഭക്തിയോടെ ജീവിക്കുക, നമുക്കൊരു വിടുതലുണ്ടാകും നിശ്ചയം. യഹോവ ഭക്തന് ദൃഢനിശ്ചയമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. പൂർണ്ണമായും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം പത്രോസിന്റെ വിടുതൽ. ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന ചിലരുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ചില വിടുതലിന് മുഖാന്തരമായി ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.